ഭാഗ്യവാരോ. നമസ്കാരം. 2026 മെയ് മാസം 12 രാശിക്കാരുടെയും ഫലങ്ങൾ, അതിൽ നല്ല ദിവസങ്ങളും കുറച്ച് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ശർമാജിയോട് ചോദിച്ചറിയാം. നമസ്കാരം ശർമാജി. നല്ല ദിവസങ്ങളുണ്ട്, ചീത്ത ദിവസങ്ങളുണ്ട്. ഒരു ഉദിച്ചുയരുന്ന സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ഋതുഭേദങ്ങൾ നല്ലതും ചീത്തയുണ്ട്. മനുഷ്യന് തന്നെ രാവിലെ എഴുന്നേക്കുന്ന സ്വഭാവമല്ല വൈകുന്നേരം, ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രഹങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങളാണ് ജ്യോതിഷന്മാർ പറയുന്നത്. അപ്പോൾ മേടരാശി മുതൽ നമുക്ക് തുടങ്ങാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക വരുന്ന ജാതിമത ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര ഭേദമന്യേ, കുബേര കുചേല വ്യത്യാസമന്യേ, ആബാലവൃദ്ധം ജനങ്ങൾ വ്യത്യാസമില്ലാതെ ഒരുമിച്ചങ്ങ് പറയാം. അതായത് പൊതുവെ 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, മെയ് 2, 3, 4 ആരോഗ്യം, കുടുംബം, തൊഴിൽ, പിന്നെ ഏറ്റവും പ്രധാനം സാമ്പത്തികം, മനസ്സമാധാനം, സ്വന്തം ബന്ധം, മിത്രം, സാഹോദര്യം, മൈത്രി, സൗഹാർദ്ദം, ഏർപ്പെടും കാര്യങ്ങളിൽ എല്ലാം ഒരു ഈശ്വരാധീനക്കുറവ് ഉണ്ട്. വണ്ടിയൊക്കെ ഓടിക്കുന്ന വളരെ ശ്രദ്ധിച്ചു വേണം. ആപൽസന്ധികളുടെ ദിവസമാണ് എന്ന് വിചാരിച്ച് എല്ലാവർക്കും ആപത്തൊന്നും വരികയില്ല. ഒന്ന് കെയർ ചെയ്യുക. കാരണം അതിൽ ജാതക നിലയിലെ ദോഷം ഏറ്റവും കൂടി നിൽക്കുന്നവർക്ക് ഈ സമയത്ത് ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, അപഖ്യാതി, ജയിൽവാസം, പതനം, വാക്കേറ്റം, ഷൗട്ടിങ്, പരിസരവാസികളും ശത്രുക്കളും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. 10, 11, 12 തീയതികൾ മെയ്. ഈ വക ദുഃഖങ്ങളിൽ നിന്ന് മോചനം, രക്ഷാകവാടം തുറന്നു കിട്ടും. മനസ്സിന് ശാന്തി, സമാധാനം, ഒരു വലിയ കാര്യമല്ലേ. സാമ്പത്തിക രംഗം പുതിയ ഉറവിടം ഉണ്ടാവും. തൊഴിൽ രംഗം അല്പം പുഷ്ടിപ്പെടും. അല്പമാണ്, ഓരോരുത്തരുടെ ഇതിനനുസരിച്ച്. അണ്ണാൻ വാവളിക്കുന്ന പോലെയാണോ ആന വാവളിക്കുന്നത്. എന്നാലും ശരാശരി ഈ രാശിക്കാർക്ക് 10, 11, 12 തീയതികൾ സാമ്പത്തിക രംഗം, ആയുരാരോഗ്യ, ക്ഷേമ, ഐശ്വര്യം, മനസ്സമാധാനം, കുടുംബം, തൊഴിൽ, എല്ലാ രംഗത്തും ഒരു മെച്ചപ്പെട്ട തീയതി. അല്പം നല്ല വാർത്തകളും ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഉയർന്ന വ്യക്തിയെ കണ്ടുമുട്ടാനും സഹായിക്കാനും ഒക്കെയുള്ള സമയങ്ങളാണ്. ഈ ദോഷസന്ധിക്ക് പറഞ്ഞ ആ 2, 3, 4 തീയതികളിൽ മൃത്യുഞ്ജയം, അതുപോലെ തന്നെ ഭഗവത് സേവ, ഗണപതി ഹോമം മുതലായതൊക്കെ ചെയ്യുന്നത് അന്നത്തെ ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല, അതിന് തലേ ദിവസം ചെയ്യണം. എങ്കിലേ അത് തട്ട് കിട്ടാതെ വരുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞ് കുട പിടിച്ചിട്ട് കാര്യമുണ്ടോ? കാർമേഘം കണ്ട് കാറ്റും കോളും വരുമ്പോഴേ കുട നിവർത്തി പിടിക്കണം, എന്നാലേ നനയാതിരിക്കുള്ളൂ. അത് കാര്യങ്ങൾ ചെയ്യുക. അടുത്ത ഇടവം രാശി, കാർത്തിക 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ 30 നാഴിക. ഈ രാശിക്കാരുടെ നല്ല ദിവസങ്ങളും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും ഏതൊക്കെയാണ്? അതായത് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ മെയ് 6, മെയ് 7, മെയ് 8 തീയതികളിൽ കുടുംബപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും ആരോഗ്യപരമായും സൗഹാർദ്ദപരമായും യാത്രാപരമായിട്ടും, അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ, എഗ്രിമെൻറ്റുകൾ, മറ്റ് വാഗ്വാദങ്ങൾ, വെല്ലുവിളികൾ, അസമയത്തുള്ള യാത്രകൾ, പിന്നെ ഷൗട്ടിങ്, പിന്നെ ആവശ്യത്തിലധികം പഞ്ചാര വർത്താനം, ഇതിലേക്കൊന്നും പോകരുത്. കാരണം കുടുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വലിയ ഗമയ്ക്ക് ഞാൻ ഏറ്റു തന്നോളാം എന്നൊക്കെ പറയുക. പിന്നെ അവസാനം കൊടുക്കാനുമില്ല. മനുഷ്യന് വാക്ക് വലിയതല്ലേ, വാക്ക് പാലിക്കാൻ വയ്യാതെ വരും. രോഗങ്ങൾ, അപകടങ്ങൾ, അതുപോലെ കണിശം തെറ്റും, ജോലിയിലൊക്കെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ദിവസങ്ങൾ അങ്ങനെ വേണമല്ലോ. ദുരിതങ്ങളിൽ നിന്ന് മോചനം 12-ാം തീയതി, 13-ാം തീയതി, 14-ാം തീയതി മെയ് 12, 13, 14. സാമ്പത്തിക രംഗം ഉണരും, തൊഴിൽ രംഗം പുഷ്ടിപ്പെടും, നല്ല വാർത്തകൾ, പിണങ്ങി നിന്നവർ ഇണങ്ങാൻ തുടങ്ങും,
മനസ്സിനും കുടുംബത്തിനും തൊഴിലും ആരോഗ്യപരമായിട്ടും ശാന്തിയും സമാധാനവും. 100% തമ്മിൽ ഭേദം തൊമ്മിയെന്ന് കേട്ടിട്ടില്ലേ? അതിൽ മെച്ചപ്പെട്ട അവസ്ഥ. ഇതിലെ തലേ ദിവസം പറഞ്ഞ ദോഷ സന്ധിക്ക് അതിനും മൃത്യുഞ്ജയം എന്ന് പറയുന്ന കർമ്മമാണ്. തലേ ദിവസം എങ്കിലും ചെയ്തെങ്കിലേ കാഠിന്യങ്ങൾ കുറയുള്ളൂ. ഈ ദോഷസമയം പറയുമ്പം മൃത്യുഞ്ജയം, ശനീശ്വരം, സുദർശനം മുതലായതും, അതുപോലെ തന്നെ നല്ലോണം വിശക്കുന്നവർക്ക് ആഹാരം, മരുന്നിന് പ്രാപ്തിയില്ലാത്തവർക്ക് വലത് കൈ കൊണ്ട് കൊടുക്കേണ്ടത് ഇടത് കൈ അറിയരുത്. അതായത് പ്രശംസയ്ക്ക് വേണ്ടി കൊടുക്കരുത്, വേട്ടോ വരാനൊന്നായിട്ട് അറിഞ്ഞ് ദാനം ചെയ്യണം. അതുപോലെ വസ്ത്രം, മരുന്ന്, പുണ്യകർമ്മം, മനസ്സുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക, പണം കൊണ്ട് നല്ലത് ചെയ്തു കൊടുക്കുക, ശരീരം കൊണ്ട് നല്ലത് ചെയ്തു കൊടുക്കുക, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നല്ലത്. ഓരോരുത്തർക്കും ചെയ്യുന്ന ദാനം എല്ലാവർക്കും പണം കൊടുത്ത് സഹായിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് എല്ലാം ഹോമങ്ങളും പൂജകളും തന്നെ ചെയ്യണമെന്നല്ല. അതിനോടൊപ്പം ഇതുമൊക്കെ ചെയ്യാം. ഗ്രഹങ്ങൾക്ക് ശാന്തിക്ക് ഹോമങ്ങളാണ്. പക്ഷേ മനുഷ്യന് പുണ്യകർമ്മം ചെയ്യുന്നതിന് ഏറ്റവും വലിയ ശക്തി. പക്ഷേ അത് അറിഞ്ഞ് നല്ലോണം വിശക്കുന്നവൻ എനിക്ക് വിശക്കുന്നു തരാൻ ആരും ഇപ്പോൾ പറയത്തില്ല. നമ്മളത് അറിഞ്ഞ് ചെയ്യണം. അത് പ്രശംസയ്ക്ക് വേണ്ടി ആവരുത്. അതായത് ഭർത്താവ് ഒരാൾക്കൊരു കൊടുക്കുന്നത് ഭാര്യ വിലക്കരുത്, അറിയരുത്, അല്ലാതെ തന്നെ കൊടുക്കണം. ഭാര്യമാർ വിലക്കുമെന്ന് അതിൻ്റെ അർത്ഥം. അതല്ലേ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്നത്. ഇടതെന്ന് പറഞ്ഞാൽ ഭാര്യയെന്നും ഒക്കെ ഉണ്ട്. അതൊരു തമാശക്ക് പറഞ്ഞതാണ്, എന്നാലും അറിയണം. ഇപ്രകാരം ചെയ്യുക. മിഥുനം രാശി മകയിരം ഒടുവിലത്തെ 30 നാഴിക, തിരുവാതിര പുണർദം 45 നാഴിക. ഇവരുടെ നല്ല ദിവസങ്ങളും ജാതിമതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ 8, 9, 10 മെയ് മാസം അത്ര ഗുണകരമല്ല. ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുടുംബപരമായും ഭരണപരമായും കുറച്ച് ദോഷാനുഭവങ്ങളുള്ള ദിവസങ്ങളാണ്. പൊതുവെ ഈശ്വരാധീനം കുറയും. എന്നാൽ 15, 16 തീയതി മെയ് മാസം രക്ഷാകവാടം തുറക്കപ്പെടും. നാനാവഴികളിൽ സഹായം, രക്ഷാസ്ഥാനം വന്നത്. എതിരാളികൾ മൗനം പാലിക്കും. തടസ്സങ്ങൾ വഴിമാറും. പൊതുവെ മനസ്സിന്, കുടുംബത്തിനും കുടുംബജനങ്ങൾക്കും ശാന്തിയും സമാധാനവും. സാമ്പത്തിക രംഗം എന്നാ ദാരിദ്ര്യം ഉണ്ടെങ്കിലും അന്ന് കുറച്ച് പണം വരും. മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാ രംഗത്തുള്ളവർക്കും ഈ ദിവസങ്ങളിൽ പൊതുവെ 15, 16 തീയതികളിൽ മാനസിക സന്തോഷം, കുടുംബ സന്തോഷം, ശാന്തി, സമാധാനം. ദോഷം പറഞ്ഞ ദിവസങ്ങളിൽ ഭഗവത് സേവ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മുതലായ കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ സാമ്പത്തികമുള്ളവർക്ക് അന്നദാനം, വസ്ത്രദാനം, എണ്ണ, മരുന്ന് ഇതൊക്കെ ചെയ്യാം. പുണ്യകർമ്മങ്ങൾ, നല്ല വാക്കുകളെങ്കിലും. ഇപ്പോൾ വാക്കുകളൊന്നും പറഞ്ഞുകൊണ്ട് ആർക്കും സന്തോഷമില്ല. സഹായമായിട്ട് തന്നെ ചെയ്യണം. ഇപ്രകാരം ചെയ്യും. 2026 മെയ് മാസം കർക്കിടക രാശി പുണർദം ഒടുവിലത്തെ 15 നാഴിക, പൂയം, ആയില്യം. ഈ രാശിക്കാർക്ക് മെയ് മാസത്തിൽ നല്ല ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ് ശർമ്മജി? മെയ് മാസം 11 തീയതി, 12 തീയതി, 13 തീയതി കർക്കിടക രാശിയിൽപ്പെട്ടവർക്ക് മാനസിക സംഘർഷം, കുടുംബത്തിൽ നിന്ന് ചില വേർപെട്ടവരുമായിട്ടുള്ള മാനസിക പ്രയാസങ്ങൾ, സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളുമായിട്ടുള്ള വാക്കേറ്റങ്ങൾ, അല്ലെ മാനസിക ഷൗട്ടിങ്, സാമ്പത്തിക ഞെരുക്കം, ജോലി ചെയ്യുന്നിടത്ത് എന്തൊക്കെയോ ചില മാനസിക സംഘർഷം, കുശുമ്പ്, ശത്രുത, പിന്നെ പണത്തിന് കൂടുതൽ ചിലവ്, ശാരീരികവും മാനസികവുമായി അണീസ്നെസ്, അൺഹാപ്പി, ആൻസൈറ്റീസ്, അൺനെസസറി എക്സ്പെൻസ്. 17, 18, 19 തീയതികളിൽ ആശാവഹപരമായ മുന്നേറ്റം, പെട്ടെന്നൊരു മാറ്റം, സാമ്പത്തിക പുഷ്ടി, തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ മാറും. അതുപോലെ പിണങ്ങി നിന്നവർ ഇണങ്ങിയില്ലേലും ആ പിണക്കത്തിന് ശമനം വരും, തണുപ്പിക്കും. കാര്യങ്ങൾ കുറച്ചുകൂടെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകും. പൊതുവേ ഈ രാശിക്കാർക്ക് അത്ര നല്ല കാലമല്ല എങ്കിലും അതിൽ നിന്ന് ഉള്ളതിൽ നിന്ന് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും.
കാലദോഷങ്ങൾ മാറ്റാനായിട്ട് ഗണപതി ഹോമം ഭവത്സേവം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യത്തെ 15 നാഴിക. ഈ രാശിക്കാർക്ക് നല്ല ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും ഏതൊക്കെയാണ് മെയ് മാസത്തിൽ? ചിങ്ങരാശിക്കാർക്ക് മെയ് മാസം 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതി തൊഴിൽപരമായും സാമ്പത്തികപരമായും ആരോഗ്യപരമായും കുടുംബപരമായും ഭരണപരമായും സൗഹൃദപരമായും എല്ലാം കുറച്ച് ക്ഷീണമായ ഒരു കാലഘട്ടമാണ്. ശരീരത്തിന് അസ്വാസ്ഥ്യം, യാത്രകൾ, സാഹസിക യാത്രകൾ, സാഹസിക കർമ്മങ്ങൾ, സാഹസിക സംഭാഷണങ്ങൾ, അധികാരികളുമായി വാക്കേറ്റം, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുവെ ക്ഷമ, സഹനശക്തി മുതലായത് മുന്നിട്ട് നിൽക്കണം. ആരോഗ്യം പ്രധാനമായിട്ടും നോക്കണം. പണച്ചെലവ് കൂടും. 20, 21, 22 തീയതികളിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക രംഗമോ അല്ലെങ്കിൽ അല്പം സന്തോഷിക്കാൻ തൊഴിൽപരമായോ സാമ്പത്തികപരമായോ അല്പം സന്തോഷിക്കാനുള്ള അവസരം വരും. എന്തെങ്കിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് സന്തോഷമുണ്ടാവും. പൊതുവേ നല്ല ദിവസങ്ങളാണ് 20, 21, 22 ദിവസങ്ങൾ. ദോഷസന്ധി ദിവസങ്ങൾ പറഞ്ഞ ദിവസങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഈശ്വരഭജനം, അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാർച്ചനകൾ, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. കന്നിരാശി ഉത്രം 45 നാഴിക അത്തം ചിത്തിര 30 നാഴിക. ഈ രാശിക്കാർക്ക് നല്ല ദിവസങ്ങളും ഈ രാശിക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര കുബേര കുചേല ജാതിമത ഭേദമന്യേ 15, 16, 17 തീയതികളിൽ ദുഃഖകരമായ മാനസികാവസ്ഥകൾ, ചെലവുകൾ കൂടുതൽ, അനാരോഗ്യം, തൊണ്ട ENT വിഭാഗം, തൊണ്ട, മൂക്ക്, ചെവി, കണ്ണ്, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ അപകടങ്ങളോ, ഷഡ്പദങ്ങളുടെ ആക്രമണം, വണ്ടോ, അതുപോലെയൊക്കെ യാത്ര ചെയ്യുമ്പം ചിലപ്പോൾ ഹെൽമെറ്റ് വെച്ചവരുണ്ട്, വെക്കാത്തവരുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പത്തിക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷീണങ്ങൾ സംഭവിക്കുക. 21, 22, 23 തീയതികളിൽ തൊഴിൽപരവും കുടുംബപരവും സാമ്പത്തികപരവും സൗഹാർദ്ദപരവുമായ ചില നന്മകൾ, നല്ല വാർത്തകൾ, കുടുംബത്തിൽ സമാധാനം, ശാന്തി, വിഷമിച്ചുകൊണ്ടിരുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു 75% മോചനം, പൊതുവെ എല്ലാവരോടും അനുകമ്പാപരമായ സംഭാഷണം, മനസ്സമാധാനമായിട്ട് ഉറങ്ങാനുള്ള കാര്യങ്ങൾ, നല്ല സുഖഭക്ഷണം, ഇതെല്ലാം ലഭിക്കുന്ന സമയമാണ്. പൊതുവെ ശനിപ്രീതി വരുത്തുന്നത് നല്ലതാണ്. ഈ രാശിക്കാരി പറഞ്ഞ ദോഷം പറഞ്ഞ ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസം അയ്യപ്പന് നെയ്വിളക്ക്, നീരാഞ്ജനം, എള്ളുപായസം മുതലായതൊക്കെ നടത്തുകയും കാക്കയ്ക്ക് എള്ളുപായസവും അല്ല ചോറൊക്കെ വെച്ചിട്ട് കൊടുക്കുക. ഇതൊക്കെ കുറേയൊക്കെ നല്ലതാണ്. മനുഷ്യന് കഴിക്കാനില്ലാതെ പിന്നെ കാക്കയ്ക്ക് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഉള്ളത് ലോഹരി, പക്ഷികളും കഴിയണ്ടേ. ശനിയുടെ ഒരു വാഹനമായിട്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ചെയ്താൽ കുറേയധികം കാഠിന്യങ്ങൾ, മുൻകരുതലുകളൊക്കെ കുറേയൊക്കെ നടക്കും. ചിത്തിര ഒടുവിലത്തെ 30 നാഴിക, ചോതി വിശാഖം 3/4 ഭാഗം. ഈ രാശിക്കാർക്ക് നല്ല ദിവസവും മോശം ഈ ദിവസവും? രാശിക്കാരുടെ ഇടകലർന്ന ദോഷവും സുഖവും സന്തോഷവും സമാധാനവും ആഹ്ലാദവും ദുഃഖമൊക്കെ ഇടകലർന്ന മാസമാണ്. എങ്കിലും 18, 19 തീയതികൾ ശത്രുക്കൾ തലപൊക്കും, എതിരാളികൾ ഗൊഗ്ഗെ വിളിക്കും. പൊതുവെ ആലസ്യം, ക്ഷീണം, മടി, മന്ദത, ഉത്സാഹക്കുറവ്, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, ഇങ്ങനെയുള്ള പ്രയാസങ്ങളും, കുടുംബത്തിൽ അശാന്തി, കരുനിഴൽ വീഴുക, വാക്കേറ്റങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമേറി ഉണ്ടാകുക, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ശിവന് പുറയിൽ വിളക്ക്, ധാര, ഗുരുവായൂർ ദർശനം, ഇതൊക്കെ ചെയ്യുന്നത് കുറേ കാഠിന്യങ്ങൾ കുറഞ്ഞു കിട്ടും. ഈ രാശിയിൽപ്പെട്ടവർക്ക് 23-ാം തീയതി, മെയ് 23, മെയ് 24 ആഹ്ലാദങ്ങൾ വന്നു ചേരും. എന്തെങ്കിലും നല്ല വാർത്തകൾ, വിജയപരമായ ആഹ്ലാദം, സ്വർണം, ധനം, ഭൂമി, ഇങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട് ആദായം, ആനുകൂല്യം അപ്രതീക്ഷിതമായി ലഭിക്കാനുള്ള ഭാഗ്യം, എന്ന് വെച്ചാൽ വലിയ തോതിലല്ല, അല്പമെങ്കിലും.
പണയായിരിക്കുന്ന എടുത്താലും മതി, അല്ലെങ്കിൽ ഒരു 5 പവൻ വാങ്ങിയാലും മതി, അല്ലെ ആരെങ്കിലും പ്രസൻറ്റേഷനായിട്ട് തന്നാലും മതി. സ്വർണത്തിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പം 1 ഗ്രാം വരെ ഒരു 5 പവനുണ്ട് ഒരു വീട് വെക്കാവുന്ന ഒരു കാലം വന്നിരിക്കുന്നു. എന്നാലും സ്വർണം, അതിൻ്റെ കണക്കനുസരിച്ച് സ്വർണം, ധനം, വിജയാഹ്ലാദം, മനസ്സന്തോഷം, ഭൂമി, ഇങ്ങനെയുള്ളതിൽ നിന്ന് ആദായമോ അതുമായി ബന്ധപ്പെട്ട സന്തോഷമോ സൗഹാർദ്ദമോ വിജയാഹ്ലാദങ്ങളും ഉണ്ടാവുന്ന ദിവസങ്ങളാണ്. അത് പേരിനെങ്കിലും വിജയാഹ്ലാദങ്ങളുണ്ടാവും. ഒരു ചെറിയ ഭാഗ്യക്കുറിയോ കിട്ടിയാലും വിജയാഹ്ലാദം ഉണ്ടാവും, വലിയൊരു ഭാഗ്യക്കുറി കിട്ടിയാലും വിജയാഹ്ലാദം ഉണ്ടാവും. അപ്പോൾ ദോഷപരിഹാരമായി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. വൃശ്ചികം രാശി, വിശാഖം ഒടുവിലത്തെ 15 നാഴിക, അനിഴം തൃക്കേട്ട. ഈ രാശിക്കാർക്ക് മെയ് നല്ല ദിവസങ്ങളും മോശ ദിവസങ്ങളും ഏതൊക്കെയാണെന്ന് പറയാം? മെയ് മാസം 19 തീയതി, മെയ് മാസം 20 തീയതി, മെയ് മാസം 21 തീയതി വിശാഖം ഒടുവിൽ 15 നാഴിക, അനിഴം തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ വരവ് കൂടും, കുടുംബപരമായ സമാധാനം ഉണ്ടാവും, അസുഖങ്ങൾ മാറി അല്പം ആരോഗ്യം മെച്ചപ്പെടും. എന്തോർത്ത് മനസ്സിന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നോ അതിൽ നിന്നൊരു മോചനം ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. തൊഴിൽപരമായി അതുപോലെ തന്നെ സാമൂഹ്യപരമായും മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ദിവസമാണ്. നല്ല ആദായങ്ങളൊക്കെ ഉണ്ടാവും. കമ്മീഷൻ ഏജൻറ്റുകാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. കലാകാരന്മാർക്കും കലാകാരികൾക്കും പുതിയ അവസരങ്ങൾ മാടി വിളിക്കും. ബാ നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയം. ദോഷം പറഞ്ഞ ദിവസങ്ങളിൽ മൃത്യുഞ്ജയ പുഷ്പാർച്ചന, ശിവങ്കധാര വിളക്ക് മുതലായതും ഏതെങ്കിലും ഒരു സാധുവിന് അറിഞ്ഞ് ഭക്ഷണമോ മരുന്നിനോ ഉള്ള സഹായവും ചെയ്യും. 19, 20, 21 ശാരീരികാഘാതം, മാനസികാഘാതം, സാമ്പത്തിക ചെലവ്, അപ്രതീക്ഷിതമായ ചില ശത്രുക്കളുമായിട്ട് കണ്ടുമുട്ടുക, ദുരന്ത സ്ഥലം സന്ദർശിക്കുക. ആശുപത്രിയൊക്കെ ദുരന്ത സ്ഥലങ്ങളിൽ പെടുന്നതാണ്, എന്നാലും അങ്ങനെ പറയാൻ ഒക്കുകയല്ല. എങ്കിലും രോഗികളെ സന്ദർശിക്കുക, ദുരന്ത വാർത്തകൾ, ദുഃഖവാർത്തകൾ, സാമ്പത്തിക ചെലവ്, ശാരീരിക ക്ലേശങ്ങൾ മുതലായ ഫലങ്ങളാണ്. അതിന് ഈ പറഞ്ഞ ശരി പ്രീതി വരുത്തുക. ശിവങ്കൽ ജലധാര, ശാസ്താവിന് നെയ്വിളക്ക് മുതലായ വഴിപാടുകൾ ചെയ്യുക. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ 15 നാഴിക. മെയ് മാസം ഈ രാശിക്കാർക്ക് ഏതൊക്കെയാണ് നല്ല ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും? ഈ രാശിക്കാർക്ക് പൊതുവെ ദുഃഖകരം, ദോഷകരവും ചെലവ് അധികരിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. അതിലാദ്യത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് 2, 3, 4 തീയതികളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളുമാകും. വിജയം, സന്തോഷം, സാമ്പത്തികം, ആരോഗ്യം മെച്ചപ്പെടും. തടസ്സങ്ങൾ മാറി ഉദ്ദിഷ്ട കാര്യങ്ങൾ, ചില കാര്യങ്ങളെല്ലാം നടപടിയിൽ വരും. എന്നാൽ മാസം അവസാനമാകുമ്പോഴത്തേനും മാതൃദുഃഖം, കുടുംബദുഃഖം, ആരോഗ്യഹാനി, ചെലവുകൾ കൂടുക, ശത്രുക്കൾ ഉണ്ടാകുക, ചില എതിരാളികൾ തടസ്സം സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ചില ഗവൺമെൻറ് നടപടികൾ പ്രതികൂലമാകുക. എന്തെങ്കിലും കാര്യം നടക്കാനായിട്ട് അവർ നോ പറയുക, അല്ലെങ്കിൽ നടക്കുകയില്ല എന്ന് പറയുക. അങ്ങനെ നിരാശപ്പെട്ടിരിക്കേണ്ട. അപ്പം മാസാദ്യം വളരെ നല്ലതും മാസാവസാനവും വളരെ ക്ലേശവുമായിട്ട് നിൽക്കുന്ന ഇതാണ്. ക്ലേശഫലങ്ങൾക്ക് കാഠിന്യം കുറയാനായിട്ട് കാളീക്ഷേത്രത്തിൽ ഗുരുതി, പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ കരിക്ക് നിവേദ്യം, രക്തപുഷ്പാർച്ചനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും സർപ്പക്ഷേത്രത്തിൽ 100 പാലും പരിപാടികൾ ഈ രാശിക്കാർ ചെയ്താൽ കാഠിന്യങ്ങൾ, അത് ഒരാഴ്ച മുന്നേ ചെയ്യണം, ഈ ഡേറ്റൊക്കെ നോക്കി വെച്ചോണ്ട്. എങ്കിൽ കാഠിന്യങ്ങൾ മഴയത്ത് കുട ചൂടും പോലെ, വെയിലത്തും കുട ചൂടും പോലെ കാഠിന്യങ്ങൾ വളരെ കുറഞ്ഞിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം ആദ്യത്തെ 30 നാഴിക. മെയ് മാസം ഈ രാശിക്കാർക്ക് 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി
നാനാ വഴികളിൽ സഹായം, അതുപോലെ തന്നെ സന്തോഷ വർത്തമാനങ്ങൾ, സാമ്പത്തിക പുഷ്ടി, കുടുംബത്തിൽ ശാന്തി സമാധാനം, എന്തിനു വേണ്ടി വേദനിച്ചിരുന്നോ അതിനൊക്കെ ഒരു സമാധാനം, സഹായികൾ രംഗത്ത്. 25, 26, 27 തീയതികൾ വരുന്ന കാലഘട്ടം ബുദ്ധിമോശം സംഭവിക്കുക. നല്ലതെന്ന് തോന്നി ചെയ്യുന്നത് ബുദ്ധിമോശമായി തീരും. ആശയ്ക്കും സർവനന്മകളും ബുദ്ധിമോശത്താൽ താനേ നഷ്ടീഭവിപ്പതും തോന്നും. ബുദ്ധിമോശം കൊണ്ട് പല നന്മകളും, പല സാമ്പത്തിക വരുമാനങ്ങളും, പല നല്ല ആളുകളെയും ബഹുമാനിക്കേണ്ടവരെയും വെറുപ്പിക്കുക, തലതിരിഞ്ഞ് വർത്തമാനമൊക്കെ പറയുക, ഷൗട്ട് ചെയ്യുക, ഇന്ന് ആലോചിക്കുന്നില്ല ഇവരെ നാളെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പം 3-4 തീയതികൾ സഹായം ഉണ്ടെങ്കിലും, സാമ്പത്തിക പുഷ്ടി ഉണ്ടെങ്കിലും, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടായെങ്കിലും, തൊഴിൽപരവും സാമ്പത്തികപരവുമായ അഭിവൃദ്ധിയും കുടുംബ ഐശ്വര്യവും ഉണ്ടാവുമെങ്കിലും 21, 24, 25 തീയതികൾ മുതൽ മാസാവസാനം വരെ ക്ലേശഫലങ്ങൾ, അനാരോഗ്യം, തൊണ്ടയ്ക്ക് അസുഖങ്ങൾ, ENT വിഭാഗം, അതുപോലെ തന്നെ ശത്രുക്കൾ വെല്ലുവിളിക്കുക, മാറി നിന്ന് കുശുമ്പ് പറയുക, എതിരാളികൾ തലപൊക്കുക, ഇതൊക്കെയാണ് ഫലം. അപ്പം മാസാവസാനത്തിന് മുമ്പായിട്ട് ശാസ്താവിന് എള്ളുപായസം, അതുപോലെ ശബരിമല അയ്യപ്പനൊക്കെ വാഴ്ത്തുക, കീർത്തനങ്ങൾ, ശരണം വിളികൾ. കാരണം ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. ഭഗവത് സേവ, ഗണപതി ഹോമം, ത്രികാല പൂജകൾ മുതലായതൊക്കെ ചെയ്ത് കാഠിന്യം കുറയ്ക്കുക. ബിസിനസ്സുകാർ പൊതുവെ മെയ് മാസം ലാസ്റ്റ് അധികം പണം മുടക്കാതിരിക്കുക. പക്ഷേ ഇവർക്കൊരു സുവർണകാലം അടുത്തിരിക്കുന്നു പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ഒരു നേട്ടങ്ങളൊക്കെ ഒരു ജൂൺ, ജൂലൈ മുതൽ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു കടാൻ നേരത്തെ ഒന്നുള്ള ആളുകളെ എന്ന് പറഞ്ഞ പോലെ വാഹനാപകടങ്ങൾ, ചില ഗവൺമെൻറ് റെയ്ഡ്, ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാവും. ശത്രുക്കൾ ഇടപെടുക, കാര്യങ്ങളെല്ലാം. എങ്കിലും മാസം ആദ്യം തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. അവസാനം സംയമനം പാലിക്കുക. മാസാവസാനം ഈ ദോഷപരിഹാരങ്ങൾ ചെയ്യുക. ഉടനെ തന്നെ അടുത്ത മാസം മുതൽ ഒരു സന്തോഷകരമായ കാര്യങ്ങൾ വരാൻ പോകുന്നു. അത് നമുക്ക് ചാനൽ വഴി കേൾക്കാം. കുംഭം രാശി, അവിട്ടം ഒടുവിലത്തെ 30 നാഴിക, ചതയം പൂരുട്ടാതി 45 നാഴിക. മെയ് മാസം ഇവർക്ക് നല്ല ദിവസങ്ങളും മോശ ദിവസങ്ങളും. ഈ രാശിയിൽപ്പെട്ട, അതായത് കുംഭരാശിപ്പെട്ട അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മെയ് 2, മെയ് 3, മെയ് 4 നല്ല വാർത്തകൾ, പുതിയ സാമ്പത്തിക ഉറവിടം ഉണ്ടാകുക. പഴയതല്ല, പുതിയ ഉറവിടം. ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും. ഏർപ്പെടുന്ന മേഖലകളിൽ പെട്ടെന്നൊരു നല്ല വാർത്തകളും അഭിവൃദ്ധികളും സാമ്പത്തിക രംഗം ഉണ്ടാവും. അതുപോലെ തന്നെ അനുയായികൾ വർദ്ധിക്കും. 25, 26, 27 തീയതികൾ മെയ് മാസം ലാസ്റ്റ് ഭാരിച്ച ചിലവ്, ഓർക്കാപ്പുറത്തെ ചിലവ്, ഓർക്കാപ്പുറത്തെ യാത്ര, ആഹാരമൊക്കെ കഴിക്കാനുണ്ടെങ്കിലും പറ്റാത്ത അവസ്ഥ, ശത്രുക്കൾ, തടസ്സങ്ങൾ എല്ലാം ഉരുണ്ടുകൂടുക, കാർമേഘം കൂടുന്ന പോലെ. മാനസിക സംഘർഷം, പ്രഷറും ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൂടുക. പണച്ചെലവുകൾ, ഓർക്കാപ്പുറത്ത് പല കേന്ദ്രങ്ങളിൽ നിന്ന് പണച്ചെലവ് വരിക, അതുപോലെ അശാന്തി ഉണ്ടാകുക. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശനിദേവന് നെയ്വിളക്ക്, അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ഒരിക്കൽ അന്ന് മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി സസ്യാഹാരാദികളൊക്കെ കഴിക്കുക. ആർക്കെങ്കിലും ഒരു സാധുവിന് അന്നദാനം. പിന്നെ സർപ്പത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. സർപ്പം ദോഷം ഈ രാശിക്കാർക്ക് നിൽക്കുകയാണ്. രാഹു ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ, എത്ര കിട്ടിയാൽ സാമ്പത്തികം ചിലവാകാതെ വരിക. അതുപോലെ തന്നെ ഭാരിച്ച ചിലവുകൾ, 10 കിട്ടിയാൽ 30 ചിലവ് വരിക. തൊഴിൽ രംഗത്തും കുടുംബരംഗത്തും ഭരണരംഗത്തും ഒക്കെ വരുന്ന മാസം മുതൽ ചില ആവശ്യമില്ലാത്ത ശത്രുക്കൾ പതുക്കെ ഞൊഴഞ്ഞു കയറുക, മാന്തുക മുതലായതൊക്കെ ഉണ്ട്. അറിയുന്നില്ല, പുറകിൽ കൂടിയാണ് വരുന്നത്.
അപ്പോൾ നേരെ കാണുമ്പം ചിരിക്കുകയും പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന കത്തുകൾ 25, 27 തീയതികളിൽ നമുക്കറിയാം ആരാണ് അടുത്ത് കൂടുന്നത്. അവൻ നമ്മളെ നന്നാക്കാനല്ല. 2, 3, 4 തീയതികളിൽ വരുന്നവർ സൗഹാർദ്ദവും സന്തോഷവും അവർ നമ്മളെക്കൊണ്ട് രക്ഷപ്പെടുത്താനായിട്ട് വരുന്നവരാണ്. ഈ തീയതികളൊക്കെ നോക്കി ഇതിൻ്റെ പ്രതിവിധികളും ചെയ്യുക. മീനം രാശി പൂരിട്ടാതി ഒടുവിലത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി. മെയ് മാസം ഇവർക്ക് മെയ് മാസം പൂരിട്ടാതി ഒടുവിൽ 15 നാഴിക, ഉത്രട്ടാതി രേവതിക്കാർക്ക് 4, 5, 6 തീയതികളിൽ സന്തോഷകരമായ വാർത്തകൾ, സന്തുഷ്ടകരമായ കുടുംബാന്തരീക്ഷം, കുടുംബജനങ്ങളിൽ ശാന്തി സമാധാനം, തൊഴിൽ രംഗത്തും ഭരണരംഗത്തും കുടുംബരംഗത്തും സാമ്പത്തിക രംഗത്തും അഭിവൃദ്ധി, മേൽഗതി, ഉന്നതി, ഉയർച്ചയുടെ സൂചന. 26, 27, 28 മെയ് മാസങ്ങളിൽ ഉഷ്ണം, സഞ്ചാരം, പരവേശം, ഗ്യാസ് ട്രബിൾ, സാമ്പത്തികമായ അധിക ചെലവുകൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ അശാന്തി, ഏർപ്പെടും കാര്യങ്ങളിൽ തർക്കവും തടസ്സവുമായി അപ്പാടെ അവസാനിപ്പാൻ എളുതല്ല കേൾക്കുന്നീ. ഇടപെടും കാര്യങ്ങളിൽ, ഇടപെടുന്ന മേഖലകളിൽ ഏത് ഫീൽഡാണെങ്കിലും തടസ്സവും തർക്കവും അപമാന ഭീതിയും, ശത്രുക്കൾ കൊഞ്ഞനം കാണിക്കുകയും ഗൊഗ്ഗ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന, വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളാണ് 26, 27, 28, 29 വരെ കൂട്ടാം. എന്നാൽ 4, 5, 6 തീയതികളിലൊക്കെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദോഷകാഠിന്യം മാറ്റാനായി ശത്രുസംഹാരം എന്ന് പറയുന്ന പുഷ്പാർച്ചനകളും ശത്രുസംഹാരം പൂജാതി കർമ്മങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെല്ലുവിളികളെയൊക്കെ ഒന്ന് അഭിമുഖീകരിക്കാനും സത്യസന്ധതയെ അംഗീകരിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ 12 രാശിക്കാർക്കും ഏറെക്കുറെ മുഴുവൻ ഇതുപോലെ തന്നെ വരണമെന്നില്ല. ഒന്ന് കരുതിയിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഇടയാകും. അടുത്ത ജൂൺ മാസം മുതൽ നല്ല നല്ല ദിവസങ്ങൾ ഒന്നുകൂടെ ഷാർപ്പായിട്ട് നോക്കി അനവധി ആളുകൾക്ക് അത് ഗുണകരമാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനായി ആശിക്കുന്നു. എല്ലാവരുടെയും സൗഹാർദ്ദം, സഹകരണങ്ങളും പ്രേക്ഷകരിൽ നിന്നുണ്ടാവണം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ആയുരാരോഗ്യക്ഷേമങ്ങൾ നേർന്നുകൊണ്ടും നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ